കേരളത്തിൽ UDF തരംഗവും അതുപോലെ തന്നെ LDFിനേറ്റ കനത്ത തിരിച്ചടിയും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. LDFിൽ ഭരണവിരുദ്ധ വികാരം കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ഇത്രയും വലിയ രീതിയിൽ അത് പ്രതിഫലിക്കുമെന്ന് CPMും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് പ്രതികരണങ്ങളെല്ലാം പഠിക്കും ഇക്കാര്യം എന്നായിരുന്നു. തന്ത്രങ്ങളെല്ലാം പാളി എന്നതാണ് CPMനെ ഇപ്പോൾ കുഴയ്ക്കുന്നത്. CPMന്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് തോൽവിയെക്കുറിച്ചുള്ള MV ഗോവിന്ദന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഒന്ന്, കേരളത്തിലാകെ UDFന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായത്. LDF പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല. അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. 2019 ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2004 മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത്. അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ അത് കഴിഞ്ഞ് 77 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും. അത് പരിശോധിച്ച് പാർട്ടിയും LDFും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും. അല്ല, നമുക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ 38,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇക്കുറി നിങ്ങൾക്കറിയാവുന്നതുപോലെ വിജയം ഒരടുത്ത് വന്നതാണ്. ഒരു 614 615 വോട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റീകൌണ്ടിങ് കൂടി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ നോക്കുമ്പോൾ ഈ BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നൊരു പ്രചാരണം അവസാന നിമിഷം മതന്യൂനപക്ഷങ്ങളിൽ ഒരു വലിയ ആശങ്ക ഉളവാക്കിയിരുന്നു. അപ്പോൾ ആ ആശങ്ക ഞങ്ങൾക്ക് എതിരായിട്ട് അവര് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും വന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന, കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത്. അതാണ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2019 ഒരു സ്ഥലത്ത് വിജയിച്ചുള്ളൂ. 2019 ആലപ്പുഴ മാത്രമേ വിജയിച്ചുള്ളൂ. അങ്ങനെ വ്യക്തിപ്രഭാവമല്ല, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കണ്ടത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് ഇത്രയോ വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടിയല്ലോ. പല ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 സീറ്റ് നഷ്ടപ്പെട്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ആണെന്ന് കണ്ടെത്തി ആ സമയത്ത് അത് പറയും. അതായിരിക്കും നല്ലത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. സർക്കാരിന്റെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി K രാധാകൃഷ്ണന്റെ ജയത്തോടെ CPM മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിലേക്കും കടക്കും. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് CPI CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും 4 സീറ്റിലും തോറ്റ CPIയും പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന് ഒറ്റയടിക്ക് പറഞ്ഞും എല്ലാം പഠിക്കുമെന്ന് പറഞ്ഞും കൈ കഴുകാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ LDFന് ഉണ്ടായിരിക്കുന്നത്? ഈ കനത്ത തോൽവിയെക്കുറിച്ച് മുഖ്യമന്ത്രി പോലും നേരിട്ട് ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയിട്ടില്ലല്ലോ.
ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ളത് CPM നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് അത് മറികടക്കാനാണ് കുടുംബയോഗങ്ങൾ അടക്കം നടത്തി CPM മുന്നോട്ട് പോയത്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെ, ഏത് എക്സ്ട്രീം വരെ പോകുമെന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങേ അറ്റം എത്തിയെന്ന് ഇന്നലത്തെ റിസൾട്ടോടുകൂടി, ഫലപ്രഖ്യാപനത്തോടുകൂടി CPM മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ തുറന്നു പറയാൻ ഇപ്പോഴും നേതൃത്വം തയ്യാറാകുന്നില്ല. പല വിഷയങ്ങൾ ഈ പരാജയത്തെ ബാധിച്ചു എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ പൊതുവിലയിരുത്തൽ. അതിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. BJP-ക്കെതിരെ മത്സരിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അതിലാര് ജയിച്ചാലും അതിൽ കേന്ദ്രത്തിൽ ഒരുമിക്കേണ്ടവരല്ലേ എന്ന വികാരമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ കൂടുതൽ സാധ്യത കോൺഗ്രസിനാണ് എന്ന തിരിച്ചറിവുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ CPM എടുത്തു കാണുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വലിയ വികാരം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി CPM ഉയർത്തിക്കാട്ടിയത് പൗരത്വ നിയമ ഭേദഗതി വിഷയമാണ്. അതിൽ വലിയ അതിശക്തമായ പ്രചരണമാണ് നടത്തിയത്. പക്ഷേ അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഉണ്ടായത് UDF-നാണെന്ന് ഇപ്പോൾ ഏകദേശ വിലയിരുത്തൽ നേതൃത്വം പ്രാഥമികമായി നടത്തുന്നു. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ CPM-നൊപ്പം എക്കാലം നിൽക്കാറുള്ള മുന്നോക്ക വിഭാഗങ്ങളിലെ ഹൈന്ദവ വിഭാഗത്തിലെ വോട്ടുകൾ മാറിപ്പോയി എന്ന വിലയിരുത്തലുണ്ട്. എല്ലാ കാലവും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് BJP-യിലേക്ക് പോകുന്നതെന്ന ആരോപണം CPM ഉന്നയിക്കാറുള്ളത്. ഇത്തവണ അതല്ല, CPM-ന്റെ വോട്ടുകൾ തന്നെയാണ് ചോർച്ചയുണ്ടായെന്നവർ അംഗീകരിക്കുന്നു. 1% വോട്ട് മാത്രമേ കുറവുണ്ടായുള്ളൂ എന്ന് പറയുമ്പോഴും, UDF-ന്റെ 5% വോട്ടുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ CPM-ന് മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദി ആര് എന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ സജീവമാണ്. അതൊരുപക്ഷെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ പോയില്ലെങ്കിൽ പോലും നേരത്തെ തുടർഭരണത്തിൻ്റെ കാരണക്കാരൻ അതിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു. മുന്നണി നേതാക്കൾ പോലും അത് ആ രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിയും അദ്ദേഹമല്ലേ എന്ന ചോദ്യമാണ് CPM-ന്റെ അണികൾക്കിടയിൽ ഉണ്ടാകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അത് വളരെ ശക്തമായി ഉയർന്നു വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ CPM ചർച്ച ചെയ്യും. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് CPM-ൽ ഇപ്പോഴും സാധ്യത കുറവാണ്. മാത്രമല്ല, ഈ ഒരു മുഖമിരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം CPM-നുണ്ട്. K. രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോകുന്നതോടുകൂടി മന്ത്രിസഭയിൽ ഒരു മാറ്റമുണ്ടാകണം. അതൊരു സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ഒരു മന്ത്രിയെ മാറ്റാതെ കുറച്ച് കൂടുതൽ ഒരു മന്ത്രിസഭ പുനഃസംഘടനയിലൊക്കെ പോകണമെന്ന അഭിപ്രായമുള്ള CPM-നുണ്ട്. അത്തരം ചർച്ചകളും ഉണ്ടാകും. അടുത്തയാഴ്ച CPM-ന്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും രാജ്യസഭാ സീറ്റ് വിഭജനമാണ്. നാളെ അതിൻ്റെ നോമിനേഷൻ ആരംഭിക്കും. 13 വരെയാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ടത്. 2 സീറ്റിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാം. അവിടെ CPM-ന് പുറമെ CPI-യും കേരള കോൺഗ്രസ് എമ്മും ശക്തമായ അവകാശവാദവും രംഗത്തുണ്ട്. RJD-ക്ക് ആ സീറ്റ് വേണം. NCP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് CPM-നുള്ള പ്രധാന വെല്ലുവിളി. ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞു. അവർ അതൊക്കെ CPM-നെ അറിയിച്ചു. കേരള കോൺഗ്രസ് എമ്മിനും ലോക്സഭാ പ്രാതിനിധ്യം നഷ്ടമായ സാഹചര്യത്തിൽ അവർക്ക് രാജ്യസഭയിലെങ്കിലും ഒരു അംഗത്വമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ അവർ കൂടുതൽ ശക്തമായി ഇക്കാര്യം സമ്മർദ്ദമായി തന്നെ മുന്നണിക്ക് മുൻപാകെ വയ്ക്കും. അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകുമെന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളുടെ, വലിയ കൂടിയാലോചനകളുടെ ഒരു പ്രതിരോധത്തിന്റെ കാലത്തേക്കാണ് CPM-ഉം ഇടത് മുന്നണിയും പോകുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും LDF-ന് ഇക്കാര്യം അറിയാം. ഇതേക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തന്നെ നടത്തും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് LDF നേതാക്കളിൽ നിന്ന് കിട്ടുന്നത്.